തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള കേന്ദ്ര നീക്കം ഉപേക്ഷിക്കുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ കൊണ്ടുവന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് AITC-യുടെ നേതൃത്വത്തിൽ ദേശവ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. ഇരിട്ടി പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ചും ധർണയും AITC സംസ്ഥാന കമ്മിറ്റി അംഗം C. വിജയൻ ഉദ്ഘാടനം ചെയ്തു. KP പത്മനാഭൻ അധ്യക്ഷനായി. KR ലിജുമോൻ സ്വാഗതം പറഞ്ഞു. പായം ബാബുരാജ്, മുണ്ടാണി പുരുഷോത്തമൻ, KB ഉത്തമൻ, ശങ്കർ സ്റ്റാലിൻ, അശോകൻ, EV കുമാരൻ, ഷീബ ബാബു, ബെന്നി കാക്കനാട്, R. സുജി, രാംദാസ് പെരിജേരി തുടങ്ങിയവർ സംസാരിച്ചു. അണിനിരത്തുന്നതിനു വേണ്ടി, മതേതരത്വവും മനസ്സൗഹാർദ്ദവും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമുക്കൊക്കെ മറക്കാൻ കഴിയാതെ സംഭാവന ചെയ്ത നാം രാഷ്ട്രപിതാവെന്ന് വിജയശ്വരം പ്രഖ്യാപിച്ച മഹാത്മാഗാന്ധിയുടെ പേരാണ് BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മഹാത്മാഗാന്ധിയുടെ പേരെടുത്തു മാറ്റി ഈ രാജ്യത്ത് ഇക്കഴിഞ്ഞ ഡിസംബർ 17-ാം തീയതിയോടുകൂടി ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ BJP സർക്കാർ തീരുമാനിച്ചത്. അത് മാത്രമല്ല, തൊഴിലാളികളെ കബളിപ്പിക്കുന്ന നടപടികളാണ് ഇതിന്റെ ഭാഗമായിട്ട് വന്നുകേണ്ടിരുന്നത്. ഇപ്പൊ BJP ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾ 125 ദിവസം തൊഴിൽ കൊടുക്കാനാണ് പദ്ധതിയിൽ ആവിഷ്കരിച്ചത് എന്നാൽ ഫലത്തിൽ തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാടാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണ് 100% പ്രിയപ്പെട്ട സഹോദരന്മാരെ, തൊഴിലാളി സഖാക്കളെ, നാട്ടുകാരെ, ഇന്ന് സംസ്ഥാന വ്യാപകമായി AITC-യുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള